ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. നല്ലൊരു വെജിറ്റബിൾ കുറുമയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ബീട്രൂട്ട് ഇഷ്ടമല്ലേ? ബീട്രൂട്ടിൻ്റെ അച്ചാർ, ബീട്രൂട്ട് തോരനൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് ഉപയോഗിച്ചുള്ള അടിപൊളി കുറുമയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞങ്ങൾ വലിയൊരു കഷ്ണം ബീട്രൂട്ട് കണ്ട 4 കഷ്ണമായിട്ട് നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ്, പിന്നെ കുറുമയ്ക്ക് വളരെ ടേസ്റ്റ് കിട്ടുന്നതാണ് പച്ചമുളക്, 4-5 പച്ചമുളക്, ഒരു വലിയ സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഇതിനകത്തൊരു മസാലക്കൂട്ടുണ്ട് തയ്യാറാക്കാൻ. അതാണ് ഈ കുറുമയുടെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. അത് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അത് ഞങ്ങൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൂടെ അരച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ ഒരു തക്കാളി ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും അതിനകത്ത് കൂടെ അല്പം മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ബീട്രൂട്ട് അരിഞ്ഞത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അല്പം ഉപ്പ്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചൊരു 3 വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൂന്ന് വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുക്കർ മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് പാൻ എടുത്ത് വെച്ച് സവോളയൊക്കെ ഒന്ന് വഴറ്റി. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച ഒരു സവോള ചേർത്ത് കൊടുക്കും. ചെറുതായിട്ടൊന്ന് വഴറ്റി വരക്കാം. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പശം വയല, അതുകൊണ്ട് പോത്തിനെ എരുമേനും പശുവിനെയൊക്കെ കൊണ്ട് കെട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പോത്തിനെ കരച്ചിട്ടൊക്കെ കേൾക്കുന്നില്ലേ? അത് വയലിൽ കൊണ്ട് ആൾക്കാർ കൊണ്ട് കെട്ടുന്നതാണ്. അപ്പോൾ സവോള ലൈറ്റായിട്ട് കളർ മാറിയിട്ടുണ്ട്. ആ കൂടുതൽ ഒരു 5 പച്ചമുളക് നടുവേ കീറി എടുത്തിട്ടുണ്ട്. അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊരല്പം ഉപ്പ് നമ്മൾ കിഴങ്ങ് വേവിച്ച സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സവോളയിലൊക്കെ ഒരു അല്പം ഉപ്പ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയും പച്ചമുളകും ഒക്കെ വഴന്ന് വന്നതിന് ശേഷം നമുക്കൊരു മസാല കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. മസാല ഞങ്ങളുടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ, തേങ്ങ ഒരു 1/2 മുറി തേങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ ഈ ചാനാദാൾ ചേർക്കാറുണ്ട്. അതുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മൾ കിട്ടുവാണെങ്കിൽ അതും കൂടെ ചേർക്കുന്നത് നല്ലതാണ്. അത് നന്നായിട്ട് ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്താണിത്. അതും കൂടി നമ്മൾ ഈ സവോളയൊക്കെ വഴന്ന ശേഷം നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഈ കുറുമ നമ്മൾ തയ്യാറാക്കുന്നത്. സവോളയും പച്ചമുളകും ഇഞ്ചി പേസ്റ്റും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി കോക്കനട്ട് ഈ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. നമുക്ക് ആ കഷ്ണവും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഓരോരുത്തരുടെയും കൺസിസ്റ്റൻസി എന്തോരം വെള്ളം വേണം, എത്രയും കുറുകിയിരിക്കണം, അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിനാവശ്യമായ വെള്ളവും ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. ഇനി നമുക്കൊരല്പം കൂടെ വെള്ളം ചേർത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സൊക്കെ ചെയ്ത ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഈ സമയത്തൊക്കെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം, ഇല്ലെങ്കിൽ ഒന്ന് അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല കുറുകി നല്ല അടിപൊളിയായിട്ടുണ്ട്. കുറുമ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമുക്ക് അത് പാകത്തിന് കുറുകി വരും. അന്നേരം നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി നമുക്ക് സെർവ് ചെയ്യാം. ബീട്രൂട്ട് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? കൈ അരിച്ചിട്ട് ഒഴിച്ച് തരാം. നോക്കിയേ, അടിപൊളി സൂപ്പറാട്ടോ. പലതരം കുറുമകൾ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ ബീട്രൂട്ട് കുറുമ അത് വേറെ ലെവല് തന്നെയാട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ബീട്രൂട്ട് കുറുമയിൽ നമ്മൾ ലാസ്റ്റ് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മല്ലിയിലയും കരിവേപ്പിലയും കൂടുതൽ ചേർക്കുന്ന കൂട്ടത്തിൽ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇഷ്ടമാണെങ്കിൽ ചേർക്കുവാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇഷ്ടമുള്ളവർക്ക് ഒരല്പം കുരുമുളക് കൂടെ ചേർത്തിട്ട് നമ്മളത് സെർവിങ് ബോളിലേക്ക് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്നും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Bye bye.